ഡോക്ടർ മോഹൻ വർഗീസ്, വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അതിനവർ പറയുന്ന കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. അങ്ങ് തൂത്തുവാരിക്കളയും എന്ന ആത്മവിശ്വാസമല്ല അവർ പ്രകടിപ്പിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക്, ഒരു 50% മുകളിൽ ഭരണ സംവിധാനവും പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അത് അടുക്കും ചിട്ടയോടും ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്നു. ശരിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തടക്കം ഏറെ പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾ കുറച്ചൊക്കെ ഉണർന്ന് പ്രവർത്തിച്ച് നമ്മൾ കണ്ടതാണ്. കാരണം ശബരിനാഥനെ മുൻനിർത്തുന്നു, കെ മുരളീധരൻ, VS ശിവകുമാറൊക്കെ സജീവമായി വീടുകൾ കയറിയിറങ്ങി വോട്ട് പിടിക്കുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയെ അതിജീവിക്കാൻ മറ്റ് ചില വിവാദങ്ങളിലൂടെ CPM കഴിഞ്ഞുവോ? അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ? ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ സേനാപതി വേണു വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. മഹാഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF സംവിധാനത്തിനെ പിടിച്ചെടുക്കാൻ പറ്റും, LDFിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കും. ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെയാണ് അവിടെ കോൺഗ്രസ് പാർട്ടി കാണുന്നത്. ഒരുപക്ഷെ അതങ്ങനെ ആ രീതിയിൽ ശ്രീ സേനാപതി വേണു ഉദ്ദേശിക്കുന്ന രീതിയിൽ വൻപൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആൻറ്റി ഇൻകംബൻസിയുടെ ഇഫക്റ്റ് ഉണ്ടാകുന്നു എങ്കിൽ അത് ഉണ്ടാകാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അത് സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് ആശ്വസിക്കാം. BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നിർണായകമായ ഒരു കണ്ണു തുറക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വിവാദത്തെ മറ്റൊരു വിവാദം കൊണ്ട് നേരിടാനുള്ള ഒരു തന്ത്രപരമായ മികവ് കോൺഗ്രസ് വീണതല്ലേ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ അന്ന് UDF കൺവീനർ വിവാദ പ്രസ്താവന ഉണ്ടാക്കുന്നു, ഞങ്ങൾ ദിലീപിനൊപ്പമാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് ദിവസം സണ്ണി ജോസഫ് വന്ന് മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതൊക്കെ വന്ന് പറഞ്ഞ് പെട്ടുപോയതല്ലേ കോൺഗ്രസ്? യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം 3 നേതാക്കൾ ഔപചാരികമായി തന്നെ വലിയ സ്ഥാനം വഹിക്കുന്നവരാണ്. ഒന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, മറ്റേത് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, മറ്റൊന്ന് KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്. ഈ 3 പേരും അവരുടെ വ്യക്തിപരമായ കപ്പാസിറ്റിയിൽ എന്തെങ്കിലും അഭിപ്രായപ്പെട്ടാൽ പോലും അത് കേരള സമൂഹം എടുക്കുന്നത് ഒരു ഒഫീഷ്യൽ ഫോർമൽ കപ്പാസിറ്റിയിലാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം ജാഗ്രതയോടുകൂടി പ്രതികരണങ്ങൾ നടത്താനുള്ള ഒരു ഔചിത്യബോധം എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ കാട്ടിയില്ല? പ്രത്യേകിച്ച് ഒന്നാം തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം തന്നെ എന്തിനാണ് ഈ UDF കൺവീനർ അടൂർ പ്രകാശ് ഒരു രീതിയിലും പ്രതികരണം അർഹിക്കുന്നില്ല, ഒരു കോൺഗ്രസ് നേതാവെന്നല്ല ഒരു രാഷ്ട്രീയ നേതാവും പ്രതികരിക്കേണ്ടതല്ലാത്ത ദിലീപിന് അനുകൂലമായി ലഭിച്ച കോടതി വിധിയെക്കുറിച്ച് അതിജീവിതയ്ക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിജീവിതയുടെ കാര്യം, പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സ്വരം എന്ന നിലയിൽ പോലും കാണാവുന്ന രീതിയിൽ ദിലീപിന് നീതി കിട്ടി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമായി UDFിൻ്റെ അഭിപ്രായമായി ട്വിസ്റ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അത് ഫ്ലാഷ് ചെയ്യുകയാണ്. അത് LDF ഒരു തന്ത്രപരമായ മികവ് കാട്ടി. അതിനകത്തെ അതൊരു തന്ത്രമാണ്. അതുകൊണ്ട് ഞാൻ ആ അർത്ഥത്തിലാണ് തന്ത്രം എന്ന് പറയുന്നത്. വടി കൊടുത്ത് അടി വാങ്ങുന്ന ഒരു സംവിധാനം. അതിൽ നിന്ന് പോലും പാഠം പഠിക്കാതെ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിജീവിതയുടെ പരാതി, രണ്ടാം അതിജീവിത, ബാംഗ്ലൂരുകാരിയായ അതിജീവിത നൽകിയ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അതിനകത്തെ സൂചനകൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കി അതൊരു ലീഗലി വെൽ ഡ്രാഫ്റ്റഡ് എന്ന് വെറുതെ പറയുന്നതാണോ, അതോ കുക്ക്ഡ് അപ്പ് സ്റ്റോറി, അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെ അപകീർത്തിപ്പെടുത്താനായി നിർബന്ധമായി ചെയ്ത ഒരു കാര്യമാണ് എന്ന ധ്വനിയോടുകൂടി KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് ലഭിക്കുക? അവിടെയാണ് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഉന്നത നേതൃത്വം, പ്രത്യേകിച്ച് UDFിൻ്റെ നേതൃത്വം ഒരു ഇൻ ടാൻഡം ഏകോപനത്തോടുകൂടി ഒരു പരസ്പര ധാരണയോടുകൂടി ഒരു വിഷയത്തെ, പ്രത്യേകിച്ച് സ്ത്രീ സൗഹൃദമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. അത് മനഃപൂർവ്വമായി അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കൾ ചെയ്തു എന്ന വിശ്വാസമൊന്നുമില്ല. ഇത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. കോൺഗ്രസിൻ്റെ DNA പലപ്പോഴും അങ്ങനെയാണ്. ആർക്കും എന്ത് അഭിപ്രായവും പറയാം.
അതാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ, അത് കോൺഗ്രസിന്റെ ചെയ്തികളല്ല, മറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ പോലും നിർണായക സമയത്ത് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാതെ പോയി. അവിടെയാണ് വിഷയം. അത് പരമാവധി മുതലെടുക്കുന്നത്. അതുകൊണ്ട് ഏറെ മറയ്ക്കാനുള്ളത് LDF-നാണ്. അത് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഒരു ഭരണത്തിന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ ആ ഒരു ഭാരം പേറുകയാണ്. അത് എത്രയോ അഴിമതി ആരോപണങ്ങൾ, പ്രധാന സ്ഥാനീയർക്കെതിരെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വൻപൻ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ. അത് മാത്രമല്ല LDF-ന്റെ തന്നെ ചില MLA-മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ കേസുണ്ടവർക്കെതിരെ ഇതെല്ലാം ഷീൽഡ് ചെയ്ത് പിടിക്കുകയും, അത് മാത്രമല്ല ഏറ്റവും അവസാനം ഈ സംവിധായകനായ PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പരാതി പോലും പരമാവധി പൂഴ്ത്തി വെച്ചുകൊണ്ട് തങ്ങളുടെ കണ്ണിൽ കോലി കിടക്കുമ്പോഴും അന്യന്റെ കണ്ണിൽ കരടെങ്കിലും ഉണ്ടെങ്കിൽ അത് തപ്പിയെടുക്കുന്ന രീതിയിലേക്ക് സമർത്ഥമായി എനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒന്ന് പൂഴ്ത്തി വെക്കുക, മറ്റൊന്നിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയായി ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന ദുരവസ്ഥ. ഇരട്ടത്താപ്പാണ് ശ്രീ കൃഷ്ണരാജ്. ഇതിൻ്റെ പേര് ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഇരട്ട നീതി എന്നാണ്. പക്ഷെ അതിനെ പൊളിറ്റിക്കൽ സ്മാർട്ട്നെസ് ആയി കരുതുന്ന ഒരു മനസ്സ് കേരളത്തിന് ഉണ്ടോ? അത് തെരഞ്ഞെടുപ്പിൽ പിന്നെ തെളിയിക്കേണ്ട കാര്യമാണ്. കേരള ജനത ഈ ഇരട്ടത്താപ്പിന്, ഇത് കൃത്യമായ ഇരട്ടത്താപ്പ് തന്നെയാണ്. പക്ഷേ ഓണസ്റ്റ് പോളിറ്റിക്സിന് ഇവിടെ മാർക്കറ്റ് ഉണ്ടോ? വളരെ സത്യസന്ധമായ ഒരു രാഷ്ട്രീയത്തിന് കേരളത്തിൽ മാർക്കറ്റ് ഉണ്ടോ എന്ന ഒരു ചോദ്യവും ഇതോടൊപ്പം ചോദിക്കേണ്ടതുണ്ട്. എവിടെയാണ് റിയൽ ഇഷ്യൂ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് ഒരു വ്യക്തിയല്ലേ? ആ വ്യക്തിയുടെ ഒരു സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ ചില നീക്കങ്ങൾ, അനാവശ്യമായി നടത്തിയ ചില നീക്കങ്ങൾ, അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാണ്, സമ്മതിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിരുന്നു, സമ്മതിക്കുന്നു. MLA ആണ്, സമ്മതിക്കുന്നു. പക്ഷേ അതിന് ഒരു കോൺഗ്രസിന്റെ മൊത്തത്തിലൊരു ടാഗ് കൊടുക്കേണ്ടതുണ്ടോ? അതൊരു ചോദ്യം. 2, ശബരിമല സ്വർണ്ണപ്പാളി വിഷയം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ വേരോട്ടമുള്ള വിഷയമാണ്. ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ബാക്കിംഗ് അതിനകത്തുണ്ട്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഭരണ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നോമിനീസായി വന്നവരാണ് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ. ആ മുൻ പ്രസിഡന്റുമാരുടെ ഒത്താശയോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം കൊള്ള നടന്നത് എങ്കിൽ